നമുക്കൊപ്പം എസ് വിജയകുമാർ കൂടി ചേരുന്നു. വിജയകുമാർ, യഥാർത്ഥത്തിൽ ഒരു രീതിയിലും ഒരു പിഴവും പറ്റാതിരിക്കാൻ ഇന്ത്യ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുന്നുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ നമുക്ക് ഈ അവസരത്തിൽ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്? എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിലെ വിവരങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സൗത്ത് ബ്ലോക്കിലും നോർത്ത് ബ്ലോക്കിലുമായി വളരെ പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുകയാണ്. പ്രതിരോധ മന്ത്രി ഇപ്പോൾ 3 സേനാ മേധാവിമാരെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ പ്രതിരോധ മന്ത്രി കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏത് തരത്തിലാണ് ഇനിയുള്ള നീക്കങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്നറിയില്ല. പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല. അത് ഇസ്ലാമാബാദ് മുതൽ ലാഹോർ വരെ പിഷാവർ വരെ ഉള്ള പ്രധാനപ്പെട്ട നഗരങ്ങളാകെ ഇന്ത്യ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിശക്തമായ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാന്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണത്തിന് കഴിയാത്ത തരത്തിൽ പാകിസ്ഥാനെ ദുർബലമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഇന്നലത്തെ നടപടികളെന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. അത്രയും വലിയ തിരിച്ചടി പാകിസ്ഥാന് കിട്ടിയ ശേഷം പിന്നീട് എന്തെങ്കിലും കടുത്ത നീക്കങ്ങൾക്ക്, ആത്മഹത്യാപരമായ നീക്കങ്ങൾക്ക്, അതിസാഹസത്തിന് പാകിസ്ഥാൻ മുതിർന്നില്ല എന്നത് അവരുടെ തിരിച്ചടി എത്ര വലുതായിരുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി എങ്ങനെയാണ് നീങ്ങേണ്ടത് എന്നതിലാണ് ആലോചന നടക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതിലേക്ക് ഒരു സൈനിക നടപടി തുടർന്നുകൊണ്ട് അതിലേക്ക് പോകുമോ എന്നറിയില്ല. അതല്ല, നയതന്ത്ര വഴി നേരത്തെ ഇന്ത്യ തേടിയിട്ടുള്ളതാണ്. ആ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണോ ഇന്ത്യ ഉദ്ദേശിക്കുന്നതെന്നും അറിയില്ല. എന്തായാലും ശത്രുക്കൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത മറുപടിയായിരിക്കും ഇനി രാജ്യം നൽകുക എന്ന് ഇന്നലെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയതാണ്. അത് ഇന്നലെ രാത്രി ഇന്ത്യ നൽകിയിട്ടുണ്ട്. അതിൽ അവസാനിപ്പിക്കുകയാണോ അതോ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത സ്റ്റേജിലേക്ക് രാജ്യം പോകുമോ എന്നാണ് അറിയേണ്ടത്. അതിൻ്റെ തീരുമാനങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ ഡൽഹിയിലെ യോഗങ്ങളിൽ നടക്കുന്നത്. ഇന്ന് രാവിലെ വിദേശകാര്യ മന്ത്രാലയം വാർത്താ സമ്മേളനം വിളിച്ചിരുന്നതാണ് 10 മണിക്ക്. ആ വാർത്താ സമ്മേളനം ഇപ്പോൾ വൈകിട്ടത്തേക്ക് മാറ്റിയിരിക്കുന്ന ഒരുപക്ഷെ ഈ യോഗങ്ങളുടെ ഒരു ക്രോഡീകരിച്ച വിവരം കൂടി ലോകവും അല്ലെങ്കിൽ ജനങ്ങളുമായി പങ്കുവയ്ക്കാനായിരിക്കാം വാർത്താ സമ്മേളനം കുറച്ചുകൂടി നീട്ടിവെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അറിയാം. അതിർത്തിക്കപ്പുറത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ നിലവിൽ ഒരു ആക്രമണത്തിൻ്റെതായ മുന്നറിയിപ്പുകളില്ല. പക്ഷേ അതിർത്തി ഗ്രാമങ്ങളിലും ചെറിയ നഗരങ്ങളിലും തുടർച്ചയായി എയർ സൈറനുകൾ മുഴങ്ങുന്നുണ്ട്. അത് ജനങ്ങളുടെ ജാഗ്രത അത് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടി എന്ന നിലയിലാണ് നമ്മൾ മനസ്സിലാക്കുന്ന. പ്രതിരോധ വിദഗ്ധരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ആക്രമണ സാധ്യത അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെ 4:30ക്കും 5:30ക്കും ഇടയിൽ അമൃത്സർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വീണ്ടും ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നമ്മുടെ S-400 സുദർശന ചക്ര എന്ന വ്യോമ പ്രതിരോധ സംവിധാനവും അതിൻ്റെ ഭാഗമായ ഡ്രോൺ പ്രതിരോധ സംവിധാനവും വളരെ ഫലപ്രദമായി ഈ ഡ്രോണുകളെ തകർക്കുകയും ചെയ്തു. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായിട്ടേ ഇല്ല. ആ ഒരു സാഹചര്യത്തിലാണ് രാജ്യം ഇന്നിപ്പോൾ ഉന്നതതല യോഗങ്ങൾ ഡൽഹിയിൽ ചേരുന്നത്. ആ യോഗത്തിലെ തീരുമാനമനുസരിച്ചായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ നയതന്ത്ര വഴികൾ വേണമെങ്കിൽ ഇന്ത്യക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇന്ത്യയോട് ഏതെങ്കിലും ഒരു രാജ്യം ഈ ഘട്ടത്തിൽ അടുത്ത നടപടികൾക്ക് മുതിരരുത് എന്ന് പറഞ്ഞിട്ടില്ല. അമേരിക്ക വ്യക്തമാക്കുന്നത് ഇന്ത്യക്ക് സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമുണ്ട്. അത് അമേരിക്ക അംഗീകരിക്കുന്നതാണ്. അതുപോലെ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിനൊപ്പമാണ് അമേരിക്ക എന്ന് അമേരിക്ക തന്നെ വ്യക്തമാക്കുന്നു. യൂറോപ്യൻ യൂണിയനോ മറ്റേതെങ്കിലും വിദേശ രാജ്യമോ വിദേശ ശക്തികളോ ഇന്ത്യയോട് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് മേലൊരു സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം നിലവില്ല. മറിച്ച് പാകിസ്ഥാന് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. പാകിസ്ഥാന് മേലുള്ള സമ്മർദ്ദം ആ രാജ്യത്തിനകത്തെ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന സമ്മർദ്ദവും ആ രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ സമ്മർദ്ദവുമാണ്. ആ രാജ്യത്തിൻ്റെ രൂപയുടെ മൂല്യം, അവരുടെ നാണയമായ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ മൂല്യം ഇടിയുകയാണ്. അവരുടെ വിദേശ നാണയ കരുതൽ ശേഖരം വളരെ ദുർബലമാണ്. എപ്പോൾ വേണമെങ്കിലും പൂർണ്ണമായും തകർന്നു വീഴാവുന്ന ഒരു സമ്പദ്ഘടനയായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു സൈനിക നടപടിയിൽ കുറച്ചു ദിവസം പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുകയുമില്ല. അതുകൊണ്ട് അത്തരം ആഭ്യന്തര സമ്മർദ്ദങ്ങൾ നേരിടുന്ന പാകിസ്ഥാൻ ഇനി കൂടുതൽ നടപടിയിലേക്ക് മുതിരില്ല. അപ്പോൾ ഇന്ത്യ തിരിച്ചടി തുടരുമോ അതോ നയതന്ത്ര വഴിയിലൂടെ അടുത്ത നടപടി തീരുമാനിക്കുമോ എന്നറിയാം. ഇപ്പോൾ നടക്കുന്ന യോഗങ്ങൾ അതിനൊരു ഉത്തരം നൽകും. ഒരുപക്ഷെ വൈകിട്ട് അതിൻ്റെ ഒരു ബ്രീഫിംഗ് നമ്മൾ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.